ഹലോ ഗൈസ് ആൻഡ് കോമിക് കേരള. സോ ഗൈസ്, നമ്മൾ ഈ നോക്കാൻ പോകുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇനി അടുത്ത ഏത് സാഗയാണ് വരാൻ പോകുന്നതെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ ട്രേഡ് മാർക്ക് ലീക്ക് ആയിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് ഇപ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഗൈസ്, ട്രേഡ് മാർക്ക് എന്താണെന്ന് മനസ്സിലാത്തവർക്ക് ഞാൻ ഒരു കാര്യം പറയാം. സോ ഗൈസ്, ഇന്ന് പറഞ്ഞാൽ മാർവൽ പല മൂവീസേക്ക് വേണ്ടി ഓരോ പേരുകൾ ട്രേഡ് മാർക്ക് ചെയ്ത് വെച്ചേക്കും. അത് തന്നെ വരണം നിർബന്ധമില്ലെങ്കിലും അത് വെച്ചേക്കും, കാരണം കോപ്പറേറ്റ് കിട്ടാതിരിക്കും. മാർവലും ഡി സിക്കും മാത്രമേ സൂപ്പർ ഹീറോ കോമിക്സ് വെച്ച് അങ്ങനെ പേര് എടുത്ത് പറഞ്ഞ് വിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ മാർവലൊക്കെ അറിയാം, ഡി സിയുടെ ഷെസാം എന്നൊരു ക്യാരക്ടറാണ്. ഷെസാം എന്ന് പറഞ്ഞ കോമിക്സ് ആണ് ശരിക്കും അവർ ഇറക്കുന്നത്. പക്ഷേ ഷെസാം കോമിക്സിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഷെസാമിനെ ക്യാപ്റ്റൻ മാർവൽ എന്ന് മെൻഷൻ ചെയ്യാം. നേരെ മറിച്ച് ഷെസാം കോമിക്സ് ശരിക്കും ക്യാപ്റ്റൻ മാർവൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരിക്കലും മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം മാർവലിൻ്റെയാണ് ആ റൈറ്റ്സ്. സോ ഗൈസ്, ഇതാണ് ട്രേഡ് മാർക്ക് മനസ്സിലാത്തവർ ഞാൻ പറയുന്നത്. മാത്രമല്ല ലേറ്റസ്റ്റ് അറിയ സാൻഡിയേഗോ കോമിക്കോളിൽ പോലും നമ്മൾ പല മൂവീസും ഈവൻ ഏതാണ് മൾട്ടിവേഴ്സിൽ തന്നെ സാഗയിൽ തന്നെ നമ്മൾ പല മൂവീസും ഓൾറെഡി ട്രേഡ് മാർക്ക് ലീക്കായിട്ടുണ്ടായിരുന്നു. അത് ഇവർ ഓൾറെഡി അനൗൺസ് ചെയ്ത് ഈവൻ ഇപ്പോഴത്തെ പുതിയ അവഞ്ചേഴ്സ് 5 and 6 ആണെങ്കിലും പോലും സീക്രട്ട് വാർസ് ആൻഡ് കാങ് ഡൈനസ്റ്റി വരെ ട്രേഡ് മാർക്ക് ലീക്ക് ആയിട്ട് വരെ ഇപ്പോൾ 2 ട്രേഡ് മാർക്ക് ലീക്ക് ആയിട്ടുണ്ട്. സോ ഗൈസ്, അതെന്ന് പറഞ്ഞാൽ ഒരു സാഗയാണ് ഇപ്പോൾ അത് പറയുന്നത്, ആ ട്രേഡ് മാർക്ക് എഴുതിയിട്ടുള്ളത്. സോ ഗൈസ്, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൾട്ടിവേഴ്സ് സാഗ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന 2 സാഗയാണ് അവർ ട്രേഡ് മാർക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്, ലീക്ക് ആയിട്ടുള്ളത്. അതിൽ ഒന്നാണ് ടൈംലെസ് സാഗയും രണ്ടാമത് എറ്റർനിറ്റി സാഗയുമാണ്. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന എറ്റർനിറ്റി സാഗ എന്താണെന്നാണ് ഉപേക്ഷിക്കുന്നത്. അതിന് മുന്നേ തന്നെ ഓൾറെഡി ഇൻഫിനിറ്റി സാഗ എന്നൊരു സാഗ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇൻഫിനിറ്റി സാഗയായിരുന്നു, ഇൻഫിനിറ്റി സ്റ്റോൺ ആയിരുന്നു മെയിൻ റോളിൽ വന്നിരുന്നത്. ഇപ്പം മാർവൽ മൾട്ടിവേഴ്സ് സാഗയെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോൾ മിക്കവാറും 2025 കഴിയുമ്പോൾ തന്നെ മൾട്ടിവേഴ്സ് സാഗ കംപ്ലീറ്റ്ലി കഴിയും. അതിന് മൾട്ടിവേഴ്സ് ഫുൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കും. പിന്നെ ഓൾറെഡി ലവ് ആൻഡ് തണ്ടറിൽ തന്നെ നമ്മുടെ എറ്റർനിറ്റി കാണിച്ച സ്ഥിതിക്ക് ഈ ഒരു ട്രേഡ് മാർക്ക് കൂടെ കൂട്ടി വായിക്കും. അപ്പോൾ അടുത്തൊരു സാഗ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എറ്റർനിറ്റി സാഗ തന്നെയായിരിക്കും. ഇപ്പോൾ തന്നെ ഫേസ് 4 തന്നെ നമ്മൾ ഓൾറെഡി മൾട്ടിവേഴ്സ് സാഗ കണ്ടു കഴിഞ്ഞു. അടുത്ത ഈ ഒരു ഫേസ് 4 കഴിഞ്ഞ് മൾട്ടിവേഴ്സ് സാഗയുടെ എൻഡ് ആപ്പോൾ തന്നെ മൾട്ടിവേഴ്സ് എന്താണെന്നും പൂർണ്ണമായി എല്ലാവർക്കും എന്നാൽ ഈവൻ ഞാനായാലും നിങ്ങളെല്ലാവരും അരക്കി കടിച്ച് കുടിച്ച് പഠിച്ച് തീരും. അപ്പം മനസ്സിലാവും മൾട്ടിവേഴ്സ് എന്താണെന്നും. അതിനുശേഷമായിരിക്കും ഇനി മാർവലിൻ്റെ ഒരു പടി മുകളിലുള്ള എറ്റർനിറ്റി സാഗയോട്ട് നമ്മൾ പോകാൻ പോണത്. ഈ ഒരു എറ്റർനിറ്റി സാഗയിൽ എറ്റർനിറ്റി അല്ല ഒരു പൂർണ്ണമായ ഒരു വില്ലനായിട്ട് വരാൻ പോകുന്നത്. എറ്റർനിറ്റി ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഗോഡ് ലെവൽ ക്യാരക്ടർ ആയിരിക്കും ആ ലെവലിൽ കാണിക്കാൻ പോകുന്നത്. പക്ഷേ കോമിക്സിൽ എറ്റർനിറ്റി വാർസ് എന്നൊരു കോമിക് ഇഷ്യൂ ഉണ്ട്. അതിൽ ബേസ് ആയിട്ടായിരിക്കും തോന്നുന്നു എറ്റർനിറ്റി സാഗയിൽ അവർ എടുക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു സാഗയിൽ എന്നാൽ എറ്റർനിറ്റി സാഗയിൽ വില്ലനായിട്ട് വരാൻ പോകുന്നത് ഫയർ മാമേറ്റ് ആയിരിക്കും. ആ പുള്ളിക്കാരന് നമ്മളെപ്പോലെ ഒരു എന്താ പറയുക എറ്റർനിറ്റിയെ പോലെയുള്ള ഒരു കോൺഷ്യസ് ഉള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എറ്റർനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന് ഒരു കോൺഷ്യൻസ് ഉണ്ടെങ്കിൽ അതാണ് ഒരു എറ്റർനിറ്റി. ഓരോ മൾട്ടിവേഴ്സിലും ഓരോ എറ്റർനിറ്റി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എറ്റർനിറ്റിയുടെ ഒറിജിൻ ഈ ഒരു ഫയർ മാമേറ്റ് ആണ് എറ്റർനിറ്റി സാഗയിൽ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ഫയർ മാമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്മിക് എൻറ്റിറ്റിയാണ്. നമ്മുടെ എർത്ത് 616 എറ്റർനിറ്റി പോലെയല്ല ഫയർ മാമേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു യൂണിവേഴ്സിലുള്ള ഒരാളാണ്. പക്ഷേ പുള്ളിക്കാരൻ ഈവിളാണ്. പുള്ളിക്കാരനൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻറ്റയർ മൾട്ടിവേഴ്സിനെ തൻ്റെ ഒരു യൂണിവേഴ്സിൻ്റെ ഉള്ളിലാക്കാൻ നോക്കണം. എന്ന് പറഞ്ഞാൽ മൾട്ടിവേഴ്സിനെ ബേസിക്കലി നശിപ്പിക്കാൻ നോക്കണം. അതിനെ എർത്ത് നമ്മുടെ അവഞ്ചേഴ്സ് നിൽക്കുന്നതാണ് എറ്റർനിറ്റി വാർസ് എന്ന സ്റ്റോറി ലൈൻ വരാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അടുത്തൊരു സാഗ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാഗന് വരാൻ പോകുന്നത്. മാത്രമല്ല അങ്ങനെയൊക്കെ തന്നെ നോക്കുമ്പോൾ തന്നെ എന്തായാലും എറ്റർനിറ്റി ഫിലിമോമേറ്റ് ഒക്കെ പറയുന്ന സ്ഥിതിക്ക് എന്തായാലും ലിവിങ് ട്രൈബൂളിനെ കാണിക്കാതിരിക്കത്തില്ല. സെലസ്റ്റീസ് അവരൊക്കെ പോലെ വൻപൻ കോസ്മിക് എൻറ്റിറ്റികൾ വരാൻ കിടക്കുന്നുണ്ട് എത്രയോ. അതിൻ്റെ നടുവിൽ തന്നെ നമ്മുടെ അവഞ്ചേഴ്സ്, എക്സ്മാൻസ്, ബാക്കി ടീമൻസിൽ വരുന്നതൊക്കെയാണ് നമ്മുടെ അവഞ്ചേഴ്സ് എറ്റർനിറ്റി സാഗയിൽ കാണിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ വേറൊരു യൂണിവേഴ്സിനെ എതിർത്തുകൊണ്ട് വേറൊരു യൂണിവേഴ്സ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എൻറ്റയർ മൾട്ടിവേഴ്സ് തന്നെയാണ് ഇവിടെയും ടീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ അവഞ്ചേഴ്സ് മൾട്ടിവേഴ്സുള്ള പല അവഞ്ചേഴ്സും കൂടെ ഏകദേശം ഒരു സീക്രട്ട് ഫാസ്റ്റ് ലെവലിലായിരിക്കും വരാൻ പോകുന്നത്. ഇതൊക്കെ പിന്നെ മൂവീസാണ്. അപ്പോൾ ഇവർക്ക് എന്തായാലും കഥയ്ക്ക് എന്തുകൊണ്ട് അവർക്ക് മാറ്റി എഴുതാം, വേറെ ലെവലിൽ ആക്കിയെടുക്കാം. എന്തായാലും ഇങ്ങനെയൊക്കെ ആലോചിച്ചാലും ഈ ഒരു ഇവൻ്റ് എനിക്ക് തോന്നുന്നു ശരിക്കും ചിലപ്പോൾ റൂമർ വെച്ച് സത്യമായിരിക്കും, കാരണം ട്രേഡ് മാർക്കൊക്കെ ലീക്കായിട്ടുണ്ട്. അപ്പം അടുത്തൊരു സാഗ എന്ന് പറയുന്ന ഒരു എറ്റർനിറ്റി സാഗ ആവാൻ ചാൻസ് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിലുള്ള അവഞ്ചേഴ്സും എല്ലാം കൂടെ ചേർന്ന് എന്ന് പറഞ്ഞാൽ ആ സമയം മൾട്ടിവേഴ്സ് കാണത്തില്ല, കാരണം എല്ലാ യൂണിവേഴ്സും കൂടെ ഒരു യൂണിവേഴ്സിൽ വരും. എന്ന് പറഞ്ഞാൽ ഫയർ മാമേറ്റിൻ്റെ ഒരു യൂണിവേഴ്സ് തന്നെ എല്ലാ മൾട്ടിവേഴ്സും കാണും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലിറ്ററലി എന്താണ് ഈ എറ്റർനിറ്റി സാഗയായിട്ട് ഒരു ഉദ്ദേശിക്കുന്നത്. സത്യമായിരിക്കും, ഇതൊക്കെ വന്നാൽ കിടിലായിരിക്കും. പിന്നെ അടുത്തൊരു സാഗ എന്ന് പറയുന്നത് ട്രേഡ് മാർക്ക് ലീക്കായെന്ന് പറഞ്ഞാൽ ടൈംലെസ് സാഗയാണ്. സോ ഗൈസ്, ഈ ടൈംലെസ് സാഗ ഉപേക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നു കോമിക്സിൽ ടൈംലെസ് എന്ന് പറയുന്നൊരു കോമിക് ഷോർട്ട് സീരീസ് ഉണ്ട്. അതിൽ നമ്മുടെ സാക്ഷാൽ ക്യാങ് അണ്ണനാണ് അതിൽ വരാൻ പോകുന്നത്.
ആ ഒരു വൺ ഷോട്ട് കോമിക് സീരീസിൽ നമ്മുടെ ക്യാങ് അണ്ണനാണ് നായകനായിട്ട് വരുന്നതും. അപ്പോൾ ജസ്റ്റ് ഇത്രയുള്ള ആ കോമിക് സീരീസ് വൺ ഷോട്ടിൽ പറയുന്നത് നമ്മുടെ ക്യാങ് നിൽക്കുന്ന യൂണിവേഴ്സിലുള്ള റിപ്പോർട്ടർ പറയും ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾ ഡോക്ടർ ഡൂമാണെന്ന്. ഉടനെ ക്യാങ്ങിന് അത് കണ്ട് ഈഗോ അടിക്കും. ക്യാങ് പറയും ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ടിനെ തൂക്കിയെടുത്തോട്ട് ക്യാങ് ഇതുവരെ ചെയ്ത എല്ലാം വെളിത്തരം കാണിക്കാൻ വേണ്ടി കൂടെ കൊണ്ടുവരും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇമോട്ടസ് ഒരു ടൈം ലൈന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആ ടൈം ലൈൻ എന്താണ് ഡിലീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാതെ ക്യാങ് ആ ടൈം ലൈൻ എടുത്ത് കാണിച്ച് നോക്കും, എന്നാൽ എടുത്ത് നോക്കപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു യൂണിവേഴ്സിലെ നമ്മുടെ റിച്ചാർഡ്സ് അറിയല്ല, പുള്ളിക്കാരനാണ് ആ ഒരു റിച്ചാർഡ്സിലെ ഡോക്ടർ ഡൂം. പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ അവിടെ സെറസീസിൻ്റെ ഒക്കെ രക്തമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ കോപ്പർ ക്യാരക്ടറാണ് ആ ഒരു കോമിക്സ് കാണിക്കുന്നത്. ആ ഒരു ഡിലീറ്റായി പോയ ആ ഒരു ടൈം ലൈന് നമ്മുടെ ഇതേ ടൈം ലൈനിലോട്ട് ആഡ് ആവാൻ ശ്രമിക്കുന്നു. അതാണ് സംഭവം. ഇതേ സ്റ്റോറി ലൈൻ തന്നെ ഒരു ടൈം ലൈസ് ആകാന്നൊക്കെ പറഞ്ഞൊരു കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ അത് ഡൗട്ട് തന്നെയാണ്. എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒരു ട്രേഡ് മാർക്ക് ചെയ്ത് വെച്ച് കാണും. അതെ, ചിലപ്പോൾ ഈ ഒരു കോമിക്കിൽ ഇൻസ്പയർഡ് ആയിട്ട് തന്നെ മൂവീസ് വരുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവേണമെങ്കിൽ കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് പ്രതീക്ഷയോടെ നമുക്ക് ഈ വീഡിയോയുടെ അവസാനിക്കാം. സോ ഗൈസ്, ഞങ്ങൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത് ജസ്റ്റ് ഒരു ട്രേഡ് മാർക്കാണ്, മാത്രമല്ല കുറച്ച് ഫാൻ തിയറീസും കൂടെയാണ്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖ. നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം.